കാർഷിക മേഖലയിൽ സഹകരണ മേഖലയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 25 വർഷം കൊണ്ട് കേരളത്തെ മധ്യവരുമാന വികസിത രാജ്യങ്ങളുടെ നിലയിലേക്ക് ഉയർത്തും. കർഷകരുടെ വരുമാനം 50% വർദ്ധിപ്പിക്കുമെന്നും ആലപ്പുഴയിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തെ മധ്യവരുമാന വികസിത രാജ്യങ്ങളുടെ നിലയിലേക്ക് ഉയർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അതിനുതകുന്ന വിധത്തിൽ കാർഷിക മേഖലയിൽ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനായി പുതിയ സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുകയും സഹകരണ മേഖലയുമായി ബന്ധപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. നവകേരള നിർമ്മിതിക്ക് കർഷകരുമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഉറപ്പുവരുത്തേണ്ടത് അതിലൂടെയാണ് നവകേരളം യാഥാർത്ഥ്യമാക്കാനാവും. കാർഷിക നവീകരണത്തിന് ഇതിൽ വലിയ പ്രാധാന്യമാണ്. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ സർക്കാരിനുണ്ട്. വിവിധ പ്രശ്നങ്ങളുണ്ട്. 2 വസ്തുതകൾ: നെല്ല് സംഭരണം, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില. ഇതെല്ലാം കർഷകർക്കും സർക്കാരിനുമെല്ലാം കൃത്യമായി ധാരണയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ കാർഷിക മേഖലയിലെ വിവിധ ഇനങ്ങൾ എല്ലാവരും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനായ കൃഷിമന്ത്രി പറയുകയാണ്. നാളികേര കർഷകർ മുതൽ റബ്ബർ കർഷകർ വരെ നേരിടുന്ന സവിശേഷമായ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ഭാഗം ഒട്ടേറെ കാര്യങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. വരൾച്ച, വെള്ളപ്പൊക്കം, കീടബാധ, ഇങ്ങനെയുള്ള പലതും കൃഷിയെ ഗൗരവമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാർഷിക ഇൻഷുറൻസ് വ്യാപകമാവുകയാണ്. ഇത് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ന്യായമായ ആവശ്യമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാർഷികോൽപാദനങ്ങളുടെ മൂല്യവർധന, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിതരണ സംഭരണമടക്കമുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുത്തും. അഗ്രി കോർപ്പറേറ്റുകളുടെ സ്വാധീനത്തിൽ നിന്ന് കേരളത്തിലെ കാർഷിക മേഖലയെയും കർഷകരെയും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ച കൂടാതെ നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി, AM ആരിഫ് MP, MLA മാരായ PP ചിത്തരഞ്ജൻ, H സലാം, തോമസ് കെ തോമസ്, MS അരുൺകുമാർ, ദലീമ ജോജോ, കാർഷികോൽപാദന കമ്മീഷണറും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ B അശോക്, ഫിഷറീസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി KS ശ്രീനിവാസ്, മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ്, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കമായി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഗ്രൗണ്ടിൽ നിന്നാരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്രയിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ തീർത്ത COAയുടെ 14ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും കോഴിക്കോട് കടപ്പുറത്തേക്ക് നടത്തിയ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും മിഴിവേകി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരും കുടുംബങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു. ചെറുകിട കേബിൾ TV മേഖലയെ തകർക്കുന്ന നിയമങ്ങൾക്കെതിരെയും വൈദ്യുതി ബോർഡിന്റെ നിഷേധാത്മക നിലപാടുകൾക്കെതിരെയും കോർപ്പറേറ്റ് അധിനിവേശത്തിനെതിരെയും അന്തരീക്ഷത്തിൽ മുദ്രാവാക്യങ്ങൾ അലയടിച്ചു. ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം KSEB ആകെ സ്വകാര്യ കുത്തകൾക്ക് വിൽപ്പന നടത്താൻ കരാറെടുത്തിട്ടാണ് വന്നത്. ഒരു IAS ഉദ്യോഗസ്ഥൻ, അയാൾ ഇപ്പോഴും ഗവൺമെന്റ് സർവീസിലുണ്ട്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് തലപ്പത്തില്ല.
അയാളുടെ സൽപ്രവൃത്തി കൊണ്ട് അയാളെ മാറ്റേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KCBയെ തന്നെ തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ ചെറുകിട ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന തീരുമാനവും നടപടികളൊക്കെ കാലത്തുണ്ടായത്. ഇന്ത്യയിലെ വൈദ്യുതി മേഖല വലിയ തോതിലുള്ള സ്വകാര്യവൽക്കരണ ഭീഷണിയിലാണ്. എല്ലാം സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരണം 1952 പാർലമെന്റ് വൈദ്യുതി നിയമം പാസാക്കുന്നത്. ആ നിയമത്തിന്റെ ലക്ഷ്യം, നിയമം പ്രഖ്യാപിച്ചത് വൈദ്യുതി ജനങ്ങളുടെ അവകാശമാണ്. വൈദ്യുതി എന്ന് പറഞ്ഞാൽ വ്യവസായങ്ങളുടെ വ്യവസായമാണ്. അക്കാലത്തെ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KV രാജൻ സ്വാഗതം പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. 3-4 തീയതികളിൽ കോഴിക്കോട് തളി ജൂബിലി ഹാളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. TP രാമകൃഷ്ണൻ MLA പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KSRTC അതിജീവനത്തിന്റെ പാതയിൽ എത്തിച്ചതിന്റെ പ്രധാന മാതൃകകളിൽ ഒന്നാണ് പത്തനംതിട്ടയിലെ ഡിപ്പോ എന്ന് മന്ത്രി വീണ ജോർജ്. പത്തനംതിട്ടയിൽ നിന്ന് തെങ്കാശിയിലേക്ക് ആരംഭിച്ച പുതിയ സർവീസ് KSRTC ബസ് സ്റ്റാൻഡിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഡിപ്പോകളിലൊന്നാണ് പത്തനംതിട്ട. ഇടത് സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് 2 ബസ്സുകൾ മാത്രമാണ് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് അത് 5 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. മൈസൂർ, ബംഗളൂരു തുടങ്ങി നിരവധി നഗരങ്ങളിലേക്ക് ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. ജീവനക്കാരുടെ ആത്മാർത്ഥ പ്രയത്നവും പൊതുജനങ്ങളുടെ മികച്ച പിന്തുണയും കൊണ്ടാണ് ഡിപ്പോയുടെ പ്രവർത്തനം മികച്ച നിലയിൽ തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് 2 ബസ്സുകൾ മാത്രമാണ് കേരളത്തിൽ പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. ഇന്നത് 5 ഇരട്ടിയായിട്ട് ഉയർത്തുന്നതിന് നമുക്ക് സാധിച്ചു. പത്തനംതിട്ടയിൽ ഏറ്റവും ആവശ്യം ഉണ്ടായിരുന്ന ബാംഗ്ലൂർ, അതുപോലെ മൈസൂർ, ബാംഗ്ലൂർ, മംഗളൂരു അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സർവീസുകൾ പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നതിന് സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഡിപ്പോകളിൽ ഒന്നാണ് നമ്മുടെ ഏത് സർവീസ് ആരംഭിച്ചത്. അതിന് ബഹുമാനായിട്ടുള്ള ഗ്രാമവകുപ്പ് മന്ത്രിയുണ്ട്. നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു, ഏത് സർവീസാണ് ഏൽപ്പിച്ചാൽ വളരെ ഭദ്രത ആ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഡിപ്പോ എന്ന് പറഞ്ഞു. രാവിലെ 6:15 തെങ്കാശിയിലേക്കുള്ള പുതിയ സർവീസ് യാത്ര ആരംഭിക്കുന്നത്. രാവിലെ 9:20 തെങ്കാശിയിലെത്തുന്ന ബസ് 9:45 തിരികെ സർവീസ് നടത്തും. പൊതുജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ സർവീസ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് യാഥാർത്ഥ്യമായത്. ചടങ്ങിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ തോമസ് മാത്യു, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK അനിൽകുമാർ, നഗരസഭാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ ആധുനീകരിച്ച ഡെർമറ്റോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA നിർവഹിച്ചു. പുതിയ OP രജിസ്ട്രേഷൻ ബ്ലോക്കിന്റെയും OP കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെയും ഉദ്ഘാടനം മാർച്ച് 4 നടക്കുമെന്ന് MLA അറിയിച്ചു. ഡെർമറ്റോളജി വിഭാഗം അതിന്റെ മിഷന്റെ ലേസർ മിഷന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ വെച്ച് നടക്കുകയാണ്. ഇവിടെ സൂപ്രണ്ട് സൂചിപ്പിച്ച പോലെ കോട്ടയം ജില്ലയിൽ വേറൊരു ആശുപത്രിയില്ല, മെഡിക്കൽ കോളേജിൽ പോലും ഇല്ലാത്ത ഒരു ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും ചങ്ങനാശ്ശേരിക്ക് അഭിമാനിക്കാം. നമുക്ക് തീർച്ചയായും ഇവിടെ HMC മീറ്റിംഗിലൊക്കെ പറഞ്ഞ പോലെ ആശുപത്രിയുടെ വികസനം ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ തീർച്ചയായും ഇത് ഈ പ്രദേശത്തെ ജനങ്ങൾക്കും നമ്മുടെ ജില്ലയിലെ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതിന് ആശംസിച്ചുകൊണ്ട് ഇതിന് ഉദ്ഘാടനം നടത്തും. ഡെർമറ്റോളജി വിഭാഗത്തിന് ലഭിച്ച പുതിയ ലേസർ മെഷീന്റെ ഉദ്ഘാടനവും ജോ മൈക്കിൾ MLA നിർവഹിച്ചു. അമിത രോമ വളർച്ച, ത്വക്കിലെ പാടുകൾ തുടങ്ങിയവ പരിഹരിക്കുന്നതിനാണ് ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഈ മാസം 4 നടത്തുമെന്ന് MLA അറിയിച്ചു. OP കമ്പ്യൂട്ടർവൽക്കരണവും പൂർത്തിയാവുകയാണ്. ഇതിന്റെ ഉദ്ഘാടനവും 4 രാവിലെ 10 നടക്കും. പൊതുമരാമത്ത് വകുപ്പ് 90.7 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തോട്ടപ്പള്ളി കൊട്ടാരവളവ് ബൈപ്പാസിന് കുറുകെയുള്ള പാലത്തിന്റെ പൈലിംഗ് ജോലികൾക്ക് തുടക്കമായി. H. സലാം MLA പൈലിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ കരുമാടിക്കുട്ടൻ സ്മൃതി മണ്ഡപം ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് തോട്ടപ്പള്ളി കൊട്ടാരവളവ് ജംഗ്ഷനിലെ ദേശീയപാത വരെ 8 കിലോമീറ്ററോളം നീളത്തിലും 7 മീറ്ററിലധികം വീതിയിലുമാണ് ബൈപ്പാസ് പൂർത്തിയാക്കുന്നത്.
ഇതിനു കുറുകെ പ്രധാനമായും 2 പാലങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്. ഇതിൽ പുറക്കാട് പാലത്തിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായത്. 232 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ഈ പാലത്തിന് 12 സ്പാനുകളാണുള്ളത്. 44 കോടി രൂപ ചെലവിൽ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ തോട്ടപ്പള്ളി 4 ചിറ പാലം കടന്നാണ് ബൈപ്പാസ് ദേശീയപാതയിൽ എത്തിച്ചേരുക. പാലങ്ങൾക്ക് പുറമെ 14 കലുങ്കുകളും ഇതോടൊപ്പം നിർമ്മിക്കും. ദേശീയപാതയ്ക്ക് സമാന്തരമായും ദേശീയപാതയിലെ തിരക്കൊഴിവാക്കിയും വേഗത്തിൽ ഹരിപ്പാട് തകഴി ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാമെന്ന പ്രത്യേകതയും ബൈപ്പാസിനുണ്ട്. ഒപ്പം പുറക്കാട്, അമ്പലപ്പുഴ തെക്ക്, തകഴി പഞ്ചായത്തുകളിലെ ഒട്ടനവധി പാടശേഖരങ്ങളുടെ വികസനത്തിനും ബൈപ്പാസ് സഹായകരമാകും. എച്ച് സലാം MLA പൈലിംഗിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ, വൈസ് പ്രസിഡന്റ് VS മായാദേവി, പൊതുമരാമത്ത് നിരത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ, നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ആശയപ്രകാശനത്തിനും വൈകാരിക പ്രകടനങ്ങൾക്കും ഏറ്റവും മികച്ചത് മാതൃഭാഷയാണെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ. ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃഭാഷയ്ക്ക് നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യപരിപാടിയാണ്, അതിൻ്റെ സമാപനമാണ്, അല്ലെങ്കിൽ വാരാഘോഷത്തിൻ്റെ സമാപനമാണ് എന്നുള്ളതാണ്. ഞാൻ പറയാതെ തന്നെ അറിയാം മാതൃഭാഷയുടെ ആഴങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് തന്നെയാണ്. ഒരുപാട് സംസാരിക്കണം എന്നായിരിക്കും, പക്ഷേ സമയക്കുറവ് മൂലം ഞാൻ നീട്ടുന്നില്ല. കാരണം ഏതൊരു വൈകാരികമായ ചിന്തയും ബൗദ്ധികമായ ചിന്തയും നമ്മുടെ സ്വന്തം ഭാഷയിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു ഭാഷയ്ക്ക്, ഞാൻ പറഞ്ഞ ഒരു നിസ്സാര കാര്യം പറയാം, വേദന എടുക്കുന്നു എന്നുള്ളൊരു സംഭവം ഇംഗ്ലീഷിൽ നമ്മൾ പറയും, ഓ ഐ പെയിൻ. പക്ഷെ ആ പറയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എന്താണ് അയ്യോ വേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വൈകാരിക തലത്തിലുണ്ടാകുന്ന വ്യത്യാസം. സിമ്പിൾ കാരണം പറഞ്ഞു, ഇങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുക. ഇത്രയും സമ്പുഷ്ടമായ ഭാഷ ഞാൻ പലപ്പോഴും മലയാളം ഇംഗ്ലീഷ് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക്, താരതമ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിശക്തമാണ് നമ്മുടെ മലയാള ഭാഷ എന്ന് മനസ്സിലാക്കി. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാതലത്തിൽ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കേരളീയം ഉപന്യാസ രചനാ മത്സര വിജയികൾക്കുള്ള ഷെവലിയർ VC ആന്റണി മാസ്റ്റർ മെമ്മോറിയൽ ക്യാഷ് പ്രൈസ്, മെമൻഡോ, സർട്ടിഫിക്കറ്റ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ഷാഫി ചടങ്ങിൽ അധ്യക്ഷനായി. IPRD മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ചന്ദ്രഹാസൻ വടുതല, ലിയോ 13th ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് കൊടിയനാട്, സെന്റർ പ്രതിനിധി ജോസ് ആന്റണി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൗമ്യ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി യുവജന ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ നൽകി. 2023-24 വാർഷിക പദ്ധതി പ്രകാരമാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് വരുമാനം ആർജിക്കുന്നതിനും വേണ്ടി ഉള്ള ഈ പ്രവർത്തനത്തിൽ ഇനിയും പങ്കാളികളാകുവാൻ ഉള്ള ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അടുത്ത വർഷവും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇതുപോലൊരു പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്ന ഈ 4 ഗ്രൂപ്പുകളും ഇത് നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും, നമുക്കറിയാലോ ഇങ്ങനെ ഒരു ഇതിങ്ങനെ നമ്മൾ തരുമ്പോൾ നമുക്ക് ആ വാടകയും വണ്ടിക്കൂലിയും ഒക്കെ ഒഴിച്ച് നിങ്ങൾക്ക് ഇതുകൊണ്ട് പരമാവധി നിങ്ങളുടെ ജീവിത മാർഗവും. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. തകഴി പഞ്ചായത്തിലെ തരംഗം കലാസമിതി, ബ്രദേഴ്സ് കലാസമിതി, എടത്വ പഞ്ചായത്തിലെ ആലപ്പുഴ ദ്രാവിഡ ശബ്ദകല, ചമ്പക്കുളം പഞ്ചായത്തിലെ തിരുവരങ്ങ് കലാസമിതി തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് ചെണ്ട, ചെണ്ടക്കോൽ, ഇലത്താളം, തവിൽ, റിതംപാട് എന്നിവയാണ് വിതരണം ചെയ്തത്. പദ്ധതി വിഹിതം 5 ലക്ഷം രൂപയും ഗുണഭോക്തൃ വിഹിതം 25,000 രൂപയും ഉൾപ്പെടെ 5,25,000 രൂപയാണ് പദ്ധതിയിലേക്ക് വകയിരുത്തിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ വേണുഗോപാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മദൻലാൽ, ബ്ലോക്ക് മെമ്പർമാരായ S ശ്രീജിത്ത്, അജിത് വിഷാരത്, ഗോകുൽ ഷാജി, SCDO K സുജ തുടങ്ങിയവർ പങ്കെടുത്തു. നെൽകർഷക സംരക്ഷണ സമിതി എടത്വ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം നെൽകർഷകരുടെ പ്രതിഷേധ സംഗമം നടത്തി. എടത്വയിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം സംഘടിപ്പിച്ച സമരപരിപാടി
CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് ഡോക്ടർ തോമസ് കെ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഈ ദേശത്ത് നടന്ന് ജീവിക്കുന്നതായിരുന്നു ജീവിതം. അതുകൊണ്ട് ഇനിയും ജീവിക്കുമ്പോഴും ഏത് കാലഘട്ടങ്ങളെ നേടുമ്പോഴും മുന്നോട്ട് പ്രവർത്തിക്കുമ്പോൾ നെൽകൃഷി കാര്യങ്ങൾ സത്യമായിട്ട് അരി എങ്ങനെ ഉണ്ടാകണം, ഇതെങ്ങനെ കൊടുക്കാൻ കഴിയും, എത്ര രൂപയ്ക്ക് കൊടുക്കാനൊക്കെ, എന്താണ് അവകാശം, ഇതിന് സമാധാനം എന്താണ്, ഇതിന് നീതിയായിട്ട് എന്താണ്. ഇപ്പോൾ കേട്ടിരിക്കുന്ന ഇന്നലെ പോലും മാരോമ്മ കേട്ടപ്പോൾ ഞാൻ ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ നെല്ല് ഉണ്ടാകുമ്പോൾ നെൽകൃഷി വരുമ്പോൾ ഇത് കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കാതിരിക്കുന്നു, കുറച്ച് വാങ്ങാതിരിക്കുന്നു, ഇതെങ്ങനെ ജീവിക്കും എന്ന് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കണം. നെല്ല് സംഭരണത്തിൽ അശാസ്ത്രീയമായി ഏർപ്പെടുത്തിയ ഏക്കറിന് 22 കിൻഡൽ സംഭരണ പരിധി എടുത്തു കളയുക, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും പരിധികളില്ലാതെ സംഭരിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വർദ്ധിപ്പിച്ച നെൽവിലയായ 31 രൂപ 35 പൈസ ലഭ്യമാക്കുക, ജില്ലാ ഭരണകൂടം അടിയന്തരമായി കൊയ്ത്ത് അവലോകന യോഗം വിളിച്ചു ചേർക്കുക, കൊയ്ത്ത് മെഷീന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുക, കിഴിവ് സമ്പ്രദായം അവസാനിപ്പിക്കുക, ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി. നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ് കാഞ്ഞിരം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ ആമുഖ പ്രസംഗവും പനയന്നാർക്കാവ് മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ പട്ടമന ആനന്ദൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണവും നടത്തി. NKSS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന, കോർഡിനേറ്റർ ജോസ് കാവനാട്, രക്ഷാധികാരി സാം ഈപ്പൻ, ട്രഷറർ ജോൺ C ടിറ്റോ, മേഖലാ കോർഡിനേറ്റർമാരായ റോയ് ഊരാമ്പേലിൽ, കറിയാച്ചൻ ചേന്നങ്കര തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാറിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ ഇടപെടൽ. കുടിവെള്ള പ്രശ്നം നേരിടുന്ന പടിഞ്ഞാറൻ മേഖലകളിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുദ്ധജല വിതരണം ആരംഭിച്ചു. മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലകളിലെ 1, 2, 3, 4 വാർഡുകളിൽപ്പെട്ട വള്ളക്കാലി, പാവുക്കര പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കാർഷിക മേഖലയായ ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകളെയാണ് ഏറെ ആശ്രയിക്കുന്നത്. പൈപ്പുകളിലൂടെ എത്തുന്ന കുടിവെള്ളത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് നീണ്ടതോടെയാണ് ആശ്വാസവുമായി ഗ്രാമപഞ്ചായത്ത് എത്തിയത്. വള്ളക്കാലിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ വാർഡ് മെമ്പർ സുനിത എബ്രഹാമിന്റെ ഇടപെടലിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിന് നടപടി കൈക്കൊള്ളുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ടാങ്കുകളിൽ ജലം നിറച്ച് വാഹനത്തിലെത്തിച്ചു നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ്, VR ശിവപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത മനോഹരൻ, സലിം പടിപ്പുരയ്ക്കൽ, സാമൂഹ്യ പ്രവർത്തകരും പ്രദേശവാസികളുമായ പ്രൊഫസർ PD ശശിധരൻ, ടൈറ്റസ് P കുര്യൻ, ഷാജി കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ കുടിവെള്ള വിതരണത്തിന് നേതൃത്വം നൽകി. വലിയ വാഹനത്തിൽ വെള്ളം എത്തിച്ചതിനാൽ ഉൾപ്രദേശത്തെ ഗ്രാമീണ റോഡുകളിൽ ജലവിതരണത്തിന് തടസ്സം നേരിട്ടിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ചെറിയ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി പറഞ്ഞു. കുറിച്ചി ഗ്രാമപഞ്ചായത്ത് ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായി ടൂറിസം സ്പോട്ടായി തിരഞ്ഞെടുത്ത് സ്വകാര്യ സംരംഭകരുടെ സഹകരണത്തോടെ നടത്തുന്ന ഇത് ലേക്സ് വില്ലേജ് ടൂറിസം പദ്ധതി അറിയാനും ആസ്വദിക്കാനുമായി വിദേശ സഞ്ചാരികളും എത്തിത്തുടങ്ങി. ഓസ്ട്രേലിയക്കാരായ ജോണും മരിയാനുമാണ് അഞ്ചലശ്ശേരിയുടെ മനോഹാരിത നുകരാൻ കഴിഞ്ഞ ദിവസം എത്തിയത്. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ സ്വദേശികളായ ജോണും മരിയാനയും ഇവരുടെ സ്വന്തം കാറിലാണ് 8 രാജ്യങ്ങൾ താണ്ടി ഇന്ത്യയിലെത്തിയത്. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യേ ഒരു ദിവസത്തെ താമസത്തിനും ബാക്ക് വാട്ടർ എക്സ്പീരിയൻസിനുമായി അഞ്ചലശ്ശേരി തിരഞ്ഞെടുക്കുകയായിരുന്നു. കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലന്റെ നേതൃത്വത്തിൽ സഞ്ചാരികളെ സ്വീകരിച്ചു. ഇന്റർനെറ്റ് സെർച്ച് ചെയ്തപ്പോൾ വ്യത്യസ്തമായി തോന്നിയെന്നും അതാണ് ഇവിടെ എത്താൻ കാരണമെന്നും സഞ്ചാരികൾ പറഞ്ഞു. ശിക്കാര ബോട്ടിൽ 6 ബ്ലോക്കിലും ചിത്തിരക്കായലിലും ചുറ്റിക്കറങ്ങി മീൻപിടുത്തവും ആമ്പൽപ്പൂക്കളും കുട്ടനാടൻ ഭക്ഷണവും ഒക്കെയായി യഥാർത്ഥ വില്ലേജ് ടൂറിസം ആസ്വദിച്ചതായും അവർ അറിയിച്ചു. The question actually no they are asking to us actually do you have any connection with you guys before you came here? We are from Australia as well, that's why they are confused. I do the navigating, so I was looking for a camping spot because we like to camp in the car, and this place came up on the map. We were coming here quite late, and in the afternoon when we got to the end we thought, oh my god, there's no camping spot here. കൊയ്ത്ത് കഴിയുന്നതോടെ അഞ്ചലശ്ശേരിയിൽ ആമ്പൽ ഫെസ്റ്റ് നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്തും തദ്ദേശവാസികളും. അഞ്ചലശ്ശേരി ടൂറിസം സ്പോട്ടായി ഉയരുന്നതോടെ കൃഷി സീസൺ കഴിഞ്ഞാലും തദ്ദേശീയരായ കർഷകർക്കും തൊഴിലാളികൾക്കും ഒരു നിശ്ചിത വരുമാനം വില്ലേജ് ടൂറിസത്തിലൂടെ ഉറപ്പാക്കുവാൻ കഴിയും. സ്വന്തമായി വാഹനമോടിച്ചാണ് ജോണും മരിയാനയും 18 മാസത്തെ യാത്ര നടത്തുന്നത്. വാഹനത്തിൽ തന്നെ താമസത്തിനും ഭക്ഷണത്തിനുമൊക്കെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ചുറ്റി ഇന്ത്യയിലെത്തിയ സഞ്ചാരികൾ 36 ദിവസം ഇവിടെ ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അഞ്ചലശ്ശേരി സന്ദർശിച്ച് ആലപ്പുഴയും കണ്ട് നേരെ ഗോവയ്ക്ക് വിടാനാണ്
ജോണിന്റെ പ്ലാൻ. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രീതാകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ ബിജു എസ് മേനോൻ, സുമ എബി എന്നിവർ പ്രസിഡന്റിനോടൊപ്പം വിദേശ ടൂറിസ്റ്റുകളെ സ്വീകരിക്കാനെത്തിയിരുന്നു. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം കുട്ടനാട് ഉപകേന്ദ്രത്തിന് കീഴിലുള്ള കാവാലം പ്രാദേശിക വികസന കേന്ദ്രത്തിന്റെ 24ാമത് വാർഷികവും വനിതാ ദിനാഘോഷവും ശനിയാഴ്ച നടന്നു. നാരകത്തറ 3-ാം നമ്പർ SNDP ഹാളിൽ ചേർന്ന വാർഷിക സമ്മേളനം ഗാന്ധി സ്മാരകം ജനറൽ സെക്രട്ടറി PS മനു ഉദ്ഘാടനം ചെയ്തു. ലിംഗസമത്വത്തിലെ വേഗത കൊടുക്കുക എന്നുള്ളതാണ് 2024 ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് അഭിമാനിക്കാം, 4 നൂറ്റാണ്ട് മുമ്പ് ഈ ഗാന്ധി സ്മാരക ഗ്രാമസേവനം ഇത് പറയുക മാത്രമല്ല, അത് പ്രവർത്തിച്ച് നടപ്പാക്കുകയും ചെയ്തു. അതിന്റെ ഏറ്റവും നേർതെളിവാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരിമാർ. ഈ ഒരു വർഷം നമ്മൾ 2023-24 വർഷം നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകിയത് പുതിയ തലമുറ, നമ്മുടെ യങ് ജനറേഷൻ കുട്ടികളുടെ കാര്യത്തിലാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ കുട്ടികളായിരുന്നപ്പോഴുള്ള സാഹചര്യമല്ല ഇന്നുള്ളത്. അവര് വഴിതെറ്റിപ്പോകാൻ അവർക്ക് തെറ്റ് സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്നും വളരെയേറെയാണ്. അവരുടെ കൂട്ടുകെട്ടിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അവർക്ക് ഒരുപാട് സാഹചര്യങ്ങൾ വഴിതെറ്റിപ്പോകാൻ. വാർഷിക സമ്മേളനത്തിൽ ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം സബ് സെന്റർ ചെയർമാൻ KG മോഹനൻപിള്ള അധ്യക്ഷനായി. പ്രാദേശിക വികസന കേന്ദ്രം സെക്രട്ടറി ആൻസമ്മ ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സബ് സെന്റർ സെക്രട്ടറി ബിഷ സാബു, വൈസ് ചെയർമാൻ PK കമലാസനൻ, ചെയർപേഴ്സൺ വത്സമ്മ എബ്രഹാം, കാവാലം പ്രാദേശിക വികസന കേന്ദ്രം പ്രസിഡന്റ് പ്രസന്ന രാമഭദ്രൻ എന്നിവർ സംസാരിച്ചു. മാറിയ സാഹചര്യത്തിലെ സംഘടനാ പ്രവർത്തനവും സാമ്പത്തിക അച്ചടക്കവും എന്ന വിഷയത്തിൽ ഗ്രാമസേവാ കേന്ദ്രം മുൻ ജനറൽ സെക്രട്ടറി KG ജഗദീശൻ ക്ലാസ് നയിച്ചു. ചെന്നിത്തലയിൽ കമ്പ്യൂട്ടർ സർവീസ് സെന്ററിൽ തീപിടുത്തം. കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു. ചെന്നിത്തല പുത്തുവിളപ്പടി നവോദയ സ്കൂളിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ടേക്ക് ഇറ്റ് ഈസി എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. സ്ഥാപന ഉടമ റജികുമാർ കടയടച്ചു പുറത്തുപോയ സമയം കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട കെട്ടിട ഉടമയാണ് സമീപത്തുള്ളവരെ വിവരം അറിയിച്ചത്. ഓടിക്കൂടിയവർ കടയുടെ മുൻപിലെ ഗ്ലാസ് ഡോർ തകർത്ത ശേഷം തീ അണയ്ക്കാൻ ശ്രമിച്ചു. തുടർന്ന് മാവേലിക്കരയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തീ പൂർണ്ണമായും അണച്ചത്. അഗ്നിബാധയിൽ കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു. 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. അർജുന അവാർഡ് ജേതാവ് എടത്വ സ്വദേശി ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യറിനെ കേരള ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. 1 പതിറ്റാണ്ടിലേറെക്കാലം ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ നീന്തൽ താരമായിരുന്നു സെബാസ്റ്റ്യൻ സേവ്യർ. 1998 മുതൽ 2009 വരെ 11 വർഷം 50 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ ദേശീയ റെക്കോർഡ് സെബാസ്റ്റ്യൻ സേവ്യറിന്റെ പേരിലായിരുന്നു. ദേശീയതലത്തിൽ 75 സ്വർണവും അന്താരാഷ്ട്ര തലത്തിൽ 40 മികച്ച ഫിനിഷുകളും നേടിയിട്ടുണ്ട്. 1996 അറ്റ്ലാന്റയിലും 1990 മുതൽ തുടർച്ചയായി 3 ഏഷ്യൻ ഗെയിംസുകളിലും പങ്കെടുത്ത ഒളിമ്പ്യനായ സെബാസ്റ്റ്യൻ സേവ്യർ നിലവിൽ ഇന്ത്യൻ റെയിൽവേയിലെ സീനിയർ സ്പോർട്സ് ഓഫീസറാണ്. സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ 23 സ്വർണവും 1989 മുതൽ 2003 വരെ ഓൾ ഇന്ത്യ റെയിൽവേ ചാമ്പ്യൻഷിപ്പിൽ 83 സ്വർണവും കൂടാതെ അർജുന അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. എടത്വ ചങ്ങങ്കരി മണമേൽ ഏലിയാമ്മയുടെയും എടത്വ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്ന പരേതനായ MJ സേവ്യറിന്റെയും 11 മക്കളിൽ 10ാമനാണ് സെബാസ്റ്റ്യൻ സേവ്യർ. ഇനി ഇന്നത്തെ പ്രധാന അറിയിപ്പുകൾ. കോട്ടയം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ലാബ് അസിസ്റ്റന്റ് തസ്തികയിൽ ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്ത താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യവും അംഗീകൃത കെമിക്കൽ അഥവാ ഫിസിക്കൽ ലബോറട്ടറിയിലെ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 2024 ജനുവരി 1 41 വയസ്സ് കവിയരുത്. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് 14 മുമ്പായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആലപ്പുഴ വയലാർ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഈഴ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, 3 വർഷത്തെ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ NDCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം മാർച്ച് 4 രാവിലെ 11 മണിക്ക് ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0478 281 3035 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ അവധിക്കാല ചിത്രകലാ പഠനം നിറച്ചാർത്ത് കോഴ്സിന്റെ 2024 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. തിരുവനന്തപുരത്തും ആറന്മുളയിലുമായാണ് പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നത്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ ജൂനിയർ വിഭാഗത്തിലും 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളെ സീനിയർ വിഭാഗത്തിലും ഉൾപ്പെടുത്തി 2 ബാച്ചുകളായി കോഴ്സ് നടത്തുന്നതാണ്. ജൂനിയർ വിഭാഗത്തിന് 2500 രൂപയും സീനിയർ വിഭാഗത്തിന് 4000 രൂപയുമാണ് കോഴ്സ് ഫീസ്. കേരളത്തിലെ പ്രശസ്തരായ ചുമർ ചിത്രകലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് കോഴ്സുകൾ. www.vastuvidyagurukulam.com എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി മാർച്ച് 30. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5860 രൂപ, പവന് 46,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.